ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജു ആൻഡ് വെൽക്കം ടു മല്ലൂറിക്ക. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഫാമിംഗ് ലൈഫ് ഇൻ അനദർ വേൾഡ് സീസൺ 1 എപ്പിസോഡ് 1. കഥയുടെ തുടക്കത്തിൽ പെട്ടെന്നൊരാൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് ഞാൻ സ്വപ്നം കാണായിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ സ്വപ്നം കാണുന്നത് എന്നും പറഞ്ഞ് പുറത്തേക്ക് വന്നതും ഒരു മെയ്ഡ്. ലോഡ് ഹിറാക്കു, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇതുവരെ മോർണിംഗ് വർക്ക് ചെയ്തിട്ടില്ല. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് പിന്നീടായാലും നോക്കാം. അതിനുശേഷം എല്ലാവരോടും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അടുക്കളയിലേക്ക് വന്നതും ഇവിടത്തെ മെയ്ഡാണെങ്കിൽ ഇതിനെ ഞാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങ് ചുട്ടെടുത്താലോ? ഏയ്, അതിനെ വെറുതെ വിട്, അതിനെന്തറിയാനാ. എക്സസൈസ് ചെയ്യുന്നതും കുറെ നാളുകൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു നേരത്തെ എഴുന്നേൽക്കുന്നത്. അതേസമയം അവിടേക്ക് ഒരു ഏഞ്ചൽ വരുന്നതും നീ എവിടെ പോയതാണ്? ഞാൻ പാട്രോണിന് പോകുന്നതിനിടയിൽ ഇവിടെ സംസാരിക്കാമെന്ന് കരുതി വന്നാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്തു പറ്റി? ഒന്നുമില്ല, ഞാനൊരു സ്വപ്നോ? അത് വെറും സ്വപ്നമെന്ന് പറയാൻ കഴിയില്ല, കഴിഞ്ഞ കാല ഓർമ്മകളെന്ന് പറയാം. ഹിറാക്കു, അത് നീയല്ലേ? അത് ഞാനാ. നിങ്ങളാരാ? ഞാൻ ഈ ലോകത്തെ സംരക്ഷിക്കുന്ന ദൈവം. നിങ്ങൾ ദൈവമാണെങ്കിൽ അപ്പോൾ ഞാൻ മരിച്ചെന്നാണോ? ഈ ലോകത്തിന്റെ കലണ്ടർ പ്രകാരം 32 വർഷം നീ നരക ജീവിതം അനുഭവിച്ചു. അതുകൂടാതെ വളരെ വലിയ രോഗത്തിന് സാക്ഷിയുമായി. അതുകൊണ്ട് തന്നെ നിനക്ക് ഞാനൊരു സെക്കൻഡ് ലൈഫ് തരാൻ തീരുമാനിച്ചു. അതൊക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കൂ? തീർച്ചയായും ഞാൻ ദൈവമാണ്. ഈ ജന്മത്തിൽ നിനക്ക് ഞാനൊരു ഹെൽത്തി ബോഡി നൽകുന്നതാണ്. അതുകൂടാതെ യാതൊരു രോഗവും നിന്നെ ബാധിക്കില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മിസ്റ്റേക്ക് മൂലമാണ് നിനക്ക് ഈ ജന്മം ഇങ്ങനെയായത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും അത്രയ്ക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഓക്കെയാണ്. ശരി, ഈ ലൈഫിൽ നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. എന്ത് കേട്ടാലും ലഭിക്കും. ഒരു പരിധിവരെ ചോദിക്കാം. എന്നാ എനിക്ക് ഫാമിംഗ് ചെയ്യണം. ഫാമിങ്ങോ? ഞാൻ ഹോസ്പിറ്റലിൽ എടുക്കുമ്പോൾ ഫാമിംഗ് വീഡിയോ ആണ് കാണാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫാമിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കൂടാതെ കഴിഞ്ഞ ലൈഫിൽ ആരും തന്നെ എന്നോട് സംസാരിച്ചില്ല. അതിനാൽ തന്നെ എനിക്ക് ഈ ലൈഫിൽ സമാധാനപരമായി ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതെന്താന്ന് വെച്ചാൽ ഇതെന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല. അപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലേ? നീ ഇവിടെ ഇരിക്ക്, ഞാൻ അവരോട് പോയി ചോദിച്ചിട്ട് വരാം. ഓക്കെ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നീ ചോദിച്ച പോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ഒരു ബോഡിയും ഫാമിങ്ങിന് വേണ്ടി ഓൾമൈറ്റി ടൂളും തരാം. അതെന്താ ഓൾമൈറ്റി ടൂൾ? നീ ഇപ്പോൾ നിന്റെ സെക്കൻഡ് ലൈഫ് അടിച്ചു പൊളിക്ക് എന്നും പറഞ്ഞയച്ചതും ഇവിടെ ഹിറാക്കു കണ്ണു തുറന്നു നോക്കിയതും ആശാനാണെങ്കിൽ ഒരു നടുകാട്ടിന്റെ ഉള്ളിൽ പെട്ടിരിക്കുന്നു. നമ്മൾ ആശാൻ സ്വന്തം ശരീരം കണ്ട് വാവ്, എത്ര കാലങ്ങളായി ഞാൻ ഇങ്ങനെ നടന്നിട്ട്. മാത്രമല്ല എനിക്കിപ്പോൾ ഒരു ഹെൽത്തി ബോഡിയുമുണ്ട്. എൻ്റെ ഇഷ്ടം പോലെ ഫാമിംഗ് ചെയ്യാനും കഴിയും. എൻ്റെ സെക്കൻഡ് ലൈഫ് ഞാൻ അടിച്ചു പൊളിക്കാൻ പോവാ. എന്നാൽ എവിടെ നിന്ന് തുടങ്ങും? തിരിഞ്ഞാലും കാട് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ ശല്യമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് വേണം അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരാഗ്രഹിച്ചാൽ പോലും എത്താത്ത ഒരു സ്ഥലത്തേക്കാണല്ലോ എന്നെ എത്തിച്ചിരിക്കുന്നത്. ഇനി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വേണ്ടതെന്ന് ആലോചിക്കാം. ഇപ്പോ എന്നെ കാണാൻ ഗെയിമിൽ വരുന്ന ചെറുപ്പക്കാരനെ പോലെയുണ്ട്. അതൊക്കെ ശരി, എൻ്റെ ഓൾമൈറ്റി ടൂൾ എവിടെയാ എന്ന് പറഞ്ഞു നോക്കിയതും അടുത്ത സെക്കൻഡിൽ കയ്യിലൊരു ടൂൾ വന്നു. ഇത് വെച്ച് മണ്ണിൽ എത്ര കൊത്തിയാലും ഒരു കുഴപ്പവുമില്ല, ഒരു ക്ഷീണവുമില്ല. അതുമാത്രമല്ല മണ്ണിന്റെ pH കൃഷിക്ക് അനുയോജ്യവുമാണ്. ഓക്കെ, ഇനി അടുത്തത് വെള്ളമാണ് കണ്ടെത്തേണ്ടത്. അതിന് അടുത്തെവിടെയെങ്കിലും പുഴയുണ്ടോയെന്ന് ശബ്ദം കേൾക്കാൻ ശ്രമിച്ചെങ്കിലും കേട്ട ശബ്ദമെല്ലാം ഇലകളുടെ മാത്രമാണ്. ശരി, ഓക്കെ. വെള്ളം കണ്ടെത്തുന്നതിന് മുമ്പ് താമസിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തണം. ഈ കാട്ടിൽ എന്തൊക്കെയാണുള്ളതെന്ന് എനിക്ക് പോലും അറിയില്ല. അതും പോരാഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വന്ന് പേടിപ്പിക്കുന്നുണ്ട്. അതും നോക്കി ഹിരാക്കു ദൂരെ നോക്കിയതും ഒരു വലിയ മരം ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് പോയതും സൂപ്പർ, ഇവിടെ ഒരു വലിയ മരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ലാൻഡ് മാർക്കായിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ട് ഈ സ്ഥലം താമസിക്കാൻ ഉപയോഗിക്കാം. എന്നാലും എനിക്കിപ്പോൾ വെള്ളം വേണം. അതുകൊണ്ട് എനിക്കറിയുന്ന എല്ലാ സ്കില്ലും ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോവാ. എന്നാൽ ഇവിടെ തേരാപ്പാര നടന്നതിൽ ഒരു പുഴയുമില്ല, ഒരു കുളവുമില്ല. ഓക്കെ, ഇങ്ങനെ പോയാൽ എൻ്റെ ടൈം മാത്രമേ പാഴാവൂ, വേറെ വഴിയില്ല. ഞാൻ കിണർ കുത്താൻ പോവാ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? കിണർ കുത്താന്ന് പറഞ്ഞപ്പോൾ അതിന് പറ്റിയ ടൂൾ വന്നിരിക്കുന്നു. എന്തെങ്കിലും ആവട്ടെ, കുഴി കുത്താം എന്നും പറഞ്ഞ് കുഴി കുത്താൻ തുടങ്ങിയതും അയ്യോ, ഞാൻ പെട്ടുപോയി. ഇങ്ങനെയാണ് കുഴിക്കേണ്ടത്. അങ്ങനെ കുഴിച്ച് വെള്ളം കണ്ടെത്തി. വാവ്, ഇത്ര പെട്ടെന്ന് വെള്ളം കിട്ടിയോ? ദൈവത്തിന് നന്ദി. ഞാൻ ഇത്രയും ജോലി ചെയ്തിട്ടും എനിക്കെന്താ ഒരു ക്ഷീണവുമില്ലാത്ത? ഇനി ഇതും ദൈവത്തിന്റെ ശക്തിയാണോ? അതിനുശേഷം ഹിറാക്കു മരത്തിന് ചുറ്റും വൃത്തിയാക്കാൻ തുടങ്ങി. ക്ലീനിങ്ങിനിടയിൽ തൻ്റെ മുമ്പിൽ ഒരു മരം വന്ന് വെട്ടപ്പോൾ ഇത് എൻ്റെ ഫാമിംഗിലായ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഓൾമൈറ്റി ടൂളിനെ കോടാലിയാക്കി മാറ്റി. ഇവിടെ ഒരു വെട്ട്, അവിടെ ഒരു വെട്ട്, ഇങ്ങനെ വലിയ പ്ലാനിങ് ഒക്കെ ഇട്ട് മരത്തിന് ഒരു വെട്ട് കൊടുത്തതും മരം 2 കഷ്ണമായി ആശാന്റെ തലമണ്ടയ്ക്ക് തന്നെ വീഴാൻ പോയി. ജസ്റ്റ് മിസ്. ഇല്ലേ, ഇപ്പൊ പടായനെ. കുഴപ്പമൊന്നുമില്ല, ഈ ടൂൾ നന്നായി യൂസ് ആവുന്നുണ്ട്. മരം വെട്ടിയാൽ പിന്നെ മരത്തെ കഷ്ണമാക്കണം.
അതിനുശേഷം അവ വേണ്ട രീതിയിൽ മരക്കഷ്ണമാക്കി മാറ്റണം. ഒരു വീട് കെട്ടിയാൽ നന്നായിരിക്കും, എന്നാൽ എങ്ങനെ പണിയും? എനിക്ക് വീട് കെട്ടാൻ അറിയില്ലല്ലോ. ദൈവമേ, ഇതെല്ലാം ചെയ്ത ഞാൻ സൂര്യൻ മറയുന്നത് നോക്കാൻ വിട്ടുപോയല്ലോ. കാടിനുള്ളിൽ, അതും രാത്രിയിൽ. തീയില്ലെങ്കിൽ എന്റെ കാര്യം തീരുമാനമാവും. അങ്ങനെ ഹിറാക്കു കൈ മുകളിലേക്കാക്കി. എനിക്കൊരു തീപ്പെട്ടി വേണം എന്ന് പറഞ്ഞാലും ഒന്നും തന്നെ സംഭവിച്ചില്ല. ഇനി ഓൾമൈറ്റി ടൂളിനെ തീപ്പെട്ടിയാക്കിയാലോ? വേണ്ട, എന്തിനാ ഉള്ളത് കളയുന്നത്? വേറെ എന്തെങ്കിലും നോക്കാം. അങ്ങനെ ഒരു ഭൂതക്കണ്ണാടിയേക്ക് മാറ്റിയതും, ഇനി തീ ഉണ്ടാക്കാം. ബട്ട് ഇതിന് പകലായിരിക്കണ്ടേ? ഇപ്പോ രാത്രി ആയിരിക്കുന്നു. അതിനുശേഷം ആ വലിയ മരത്തിൽ ഒരു ചെറിയ ഗുഹയുണ്ടാക്കി അതിനുള്ളിൽ ഇരുന്നതും ഫസ്റ്റ് ഒരു കുഴി കുത്താമെന്നാ വിചാരിച്ചത്. ബട്ട് പ്ലാൻ എങ്ങാനും പാളിപ്പോയ കുഴിയിൽ ഞാൻ പെടുമല്ലോ. അതുകൊണ്ട് ആ പ്ലാൻ ഞാൻ വേണ്ടെന്ന് വെച്ചു. ഈ ഓൾമൈറ്റി ടൂൾ ഞാൻ ആഗ്രഹിച്ചാൽ അതുപോലെ ആവും. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല വീടും ആവശ്യമുള്ള സാധനങ്ങളും എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ദൈവം എനിക്ക് ഹെൽത്തിയായ ഒരു ബോഡി തന്നിരിക്കുന്നത് കൊണ്ട് രാത്രി വരെ കണ്ണു കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഈ 2 ചന്ദ്രനെയും കാണാൻ എത്ര മനോഹരമാണ്. ഇപ്പോൾ ഞാനുള്ളത് മറ്റൊരു ലോകത്താണ്. അതിനുശേഷം രാവിലെ മരക്കഷ്ണം ഉപയോഗിച്ച് എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ഉണ്ടാക്കാൻ നോക്കിയാലും ആദ്യം തോൽവിയായിരുന്നു. എന്നാലും അവസാനം ഞാൻ വിജയിച്ചു. അതിനുശേഷം ഹിറാക്കു തീയുണ്ടാക്കി വലിയ മരത്തിന് ചുറ്റുമുള്ള എല്ലാത്തിനെയും വെട്ടി നിർത്തുന്നതിൻ്റെ ഇടയിൽ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്ന ബോറടിക്കും. കഴിക്കാൻ എന്തെങ്കിലും നോക്കണം എന്നിങ്ങനെ ആലോചിക്കുന്ന സമയം അവിടേക്കൊരു മുയൽ വന്നതും നമ്മുടെ ആശാൻ മുയലിനെ കണ്ടതും ഒറ്റടി. അതിനുശേഷം മുയലിനെ തേരിട്ടെടുക്കുന്നതും ഈ ലോകത്തിലേക്ക് വന്നതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ഭക്ഷണമാണിത്. എങ്ങനെ ഉണ്ടാവുന്നുണ്ടോ? അത് കഴിഞ്ഞ് കഴിച്ച ശേഷം കുഴപ്പമൊന്നുമില്ല. ഇത് കഴിഞ്ഞ് കഴിച്ചതൊക്കെ കളയാൻ വേണ്ടി ഒരു ടോയ്ലറ്റ് നിർമ്മിച്ചു. എന്നാൽ അത് കുറച്ച് നടുക്കാട്ടിലായി പോയി. ഇത്രയൊക്കെ ചെയ്ത ഞാൻ ഇത് മറയ്ക്കാൻ മറന്നുപോയല്ലോ. അതിനുശേഷം രാത്രി മുഴുവൻ മരത്തെ ശരിയാക്കി രാവിലെ അതിനു ചുറ്റും മറച്ചു. ഓക്കെ, അത്യാവശ്യമെല്ലാം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഫാമിംഗ് മാത്രമാണ് ബാക്കി. ഇനി അതിനു വേണ്ട കാര്യങ്ങൾ നോക്കാം. പിന്നീട് ഹിറാക്കു നിലം ഉഴുതു മറിക്കുന്നതും എനിക്ക് തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ് എല്ലാം വേണം എന്നും പറഞ്ഞ് എല്ലാം ഉഴുതുമറിച്ച് അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞതും അപ്പോഴാണ് ആശാന് ബൾബ് കത്തിയത്. എന്തെന്നാൽ തൻ്റെ അടുത്ത് വിത്തൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഭക്ഷണം കഴിക്കണമെങ്കിൽ കാട്ടിൽ പോയേ പറ്റൂ എന്നും പറഞ്ഞ് സങ്കടത്തിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആശാൻ ഷോക്കായി. കാരണം വിത്തില്ലാതെ ചെടി മാത്രം വന്നിരിക്കുന്നു. ഇനി ഈ ലോകത്ത് ഇങ്ങനെ ആയിരിക്കുമോ? അല്ലെ ഈ ടൂളിന്റെ പവർ ആയിരിക്കുമോ? എന്തായാലും ഈ ചെടികളെല്ലാം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വളർന്നു വന്നാൽ മാത്രമേ പറയാൻ പറ്റൂ. എന്തായാലും ഇത് ഞാൻ സംരക്ഷിക്കും. മൊയൽ മോൺസ്റ്റർ വന്ന് ഇതെല്ലാം നശിപ്പിക്കും. അതുകൊണ്ട് ഇതിനു ചുറ്റും മതിൽ പണിയണം. ശേഷം ഹിറാക്കു വിചാരിച്ച പോലെ തന്നെ ഒരു മതിൽ നിർമ്മിച്ചു. കൂടാതെ അതിനു ചുറ്റും കുഴിയും കുഴിച്ചു. എന്തെന്നാൽ കുഴി ചാടി മുയലിന് വരാൻ സാധിക്കില്ല. സത്യം പറഞ്ഞാൽ ഇത് ചെയ്യാൻ എനിക്ക് കുറച്ച് ദിവസങ്ങൾ തന്നെ എടുത്തു. അതിനിടയിൽ കുറച്ച് മുയൽ കുഴിയിൽ ചാടി വരാൻ നോക്കി. എന്നാൽ ഞാൻ അതിനെയും അടിച്ചു കഴിച്ചു. അതിനുശേഷം ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് അതും വേഗത്തിൽ വളരുന്നുണ്ട്. ആശാനാണെങ്കിൽ ഇത് കണ്ട് പേടിയാണ്. ഇനി ഇത് വിഷച്ചെടി എങ്ങനെയാണെങ്കിലോ? ശേഷം ഹിറാക്കു മരം കൊണ്ടൊരു വീട് നിർമ്മിച്ചു. ഇത് നിർമ്മിക്കാൻ പെട്ട പാട് എനിക്കറിയൂ. ഒരു പരിധിക്ക് ശേഷം എനിക്ക് മരക്കഷ്ണങ്ങൾ പൊക്കാൻ പോലും പറ്റിയില്ല. പിന്നൊന്നും നോക്കിയില്ല, മേൽക്കൂര അങ്ങ് പണിത് തറ കുഴിക്കാൻ തുടങ്ങി. അങ്ങനെ എങ്ങനെയോ വീട് കെട്ടിക്കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ പോയിരിക്കുന്നതും ഓരോ ദിവസവും എൻ്റെ ചെടി എങ്ങനെയെല്ലാം വളരുന്നത് എന്ന് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്തെന്നാൽ എൻ്റെ മോട്ടിവേഷൻ തന്നെ ഇവയാണ്. അങ്ങനെ ആശാൻ ഫാമിന് ചുറ്റും നടക്കുമ്പോൾ 2 നായ്ക്കളെ കാണുന്നു. കണ്ട പാവാണെന്ന് തോന്നിയത് കൊണ്ട് ഉള്ളിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. അതിന് ഫുഡ് കൊടുത്തു. എന്തെന്നാൽ 2 ദിവസം മുമ്പാണ് ഒരു വലിയ കാട്ടുപന്നി ആശാന്റെ സ്ഥലത്തിലേക്ക് കയറാൻ നോക്കിയത്. ഇത് കണ്ട ഹിറാക്കു ഒരടിക്ക് തന്നെ അതിനെ തട്ടിക്കളഞ്ഞു. നായ്ക്കളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലൊരു നായ പ്രഗ്നന്റ് ആണെന്ന് ഹിറാക്കു അറിയുന്നത്. നിങ്ങൾ സേഫ് ആയിട്ടുള്ള സ്ഥലം നോക്കുകയാണോ? എനിക്കും നായ്ക്കളെ വളർത്താൻ ഇഷ്ടമായിരുന്നു, അതും എൻ്റെ കുട്ടിക്കാലത്ത്. ഇങ്ങനെ ഹിറാക്കു ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായയ്ക്ക് പ്രസവവേദന വന്നു. ഇത് കണ്ട ഹിറാക്കു എന്തു ചെയ്യണമെന്നറിയാതെ അവസാനം താൻ താമസിച്ച വീട് തന്നെ അവർക്ക് കൊടുത്തു. നായ പ്രസവിക്കാൻ എത്ര സമയം എടുക്കും? രാത്രിയായാൽ തണുക്കില്ലേ? വെള്ളം കൊടുത്താൽ ശരിയാവുമോ? ഇപ്പോ രാത്രിയാവും, അതുകൊണ്ട് തീ കൂട്ടാം. അങ്ങനെ രാത്രി ഹിറാക്കു മുമ്പുണ്ടാക്കിയ ഗുഹയിൽ പോയിരുന്നു. ഇതിന് മാത്രം ഇവരെ ഞാൻ കണ്ടിരുന്നില്ലേ? കാട്ടിലെ വലിയ മൃഗങ്ങൾക്ക് ഇവർ ഫുഡായനെ. അങ്ങനെ നമ്മുടെ ആശാൻ രാവിലെ വന്ന് നോക്കിയതും പുലിക്കുട്ടികളെ പോലെ 4 എണ്ണം. വാവ്, ഇത് ആഘോഷിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാട്ടുപന്നിയിലെ നല്ല കഷ്ണം നോക്കി തന്നെ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇതെല്ലാം കഴിഞ്ഞ് അവർ പോകുമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ അവർ പോകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ ഇവിടെ തന്നെ നിൽക്കാൻ വിട്ടു. അതിനുശേഷം ഹിറാക്കു തനിക്ക് വേണ്ടി ഒരു വലിയ വീട് നിർമ്മിച്ചു. പിന്നീടുണ്ടായ പച്ചക്കറികളെല്ലാം പറിക്കാൻ തുടങ്ങി. നോക്കാതെ വിട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനിയെല്ലാം നന്നായി നോക്കണം.
നായ്ക്കളുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ പ്രശ്നങ്ങളെല്ലാം അവർ തന്നെ തീർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ഇവരെ പേര് വെച്ച് വിളിക്കണം. ഇതിലെ തലവന്റെ പേരാണ് കുറോ. ഹീറോ എല്ലാവർക്കും പേര് കൊടുത്തു കഴിഞ്ഞ് കഴിക്കാൻ പച്ചക്കറികളും കൊടുത്തു. ഒരു മടിയും കൂടാതെ അവ കഴിക്കുകയും ചെയ്തു. ഇറാഖ് ഇത് കണ്ട് ഷോക്കാവുന്നു. എന്താടാ ഇത്, എന്തു കൊടുത്താലും തിന്നുന്നല്ലോ. അതുകൊണ്ട് ഇനി ഇവർക്കും കൂടി ചേർത്തുണ്ടാക്കണം. പച്ചക്കറികളെല്ലാം എടുത്തു വയ്ക്കാൻ സ്റ്റോർ റൂം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ ഇനിയും കുറേ ജോലികൾ ചെയ്യണം എന്നും പറഞ്ഞ് ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നതും അടുത്ത എപ്പിസോഡിൽ സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഹിറാക്കുവിൻ്റെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നതെന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ബൈ.